ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം സന്തോഷത്തോടെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന മഹത്തായ ദിനമാണ് ഈസ്റ്റർ. മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ജീവൻ ബലി അർപ്പിച്ച ദിവസമായിരുന്നു ഗുഡ് ഫ്രൈഡേ. ക്രൂശിലെ ആ മരണം മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അതിയായ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. എന്നാൽ ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ക്രൂശ് ഒന്നിന്റെയും അവസാനമല്ല എന്നുള്ളത്. 3-ാം ദിവസം യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അത് പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തിയുടെയും സ്നേഹത്തിന്റെയും തെളിവാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? എത്ര ഇരുണ്ട സാഹചര്യം ഉണ്ടായാലും പുതിയ ജീവിതവും പുതിയ പ്രത്യാശയും ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളിൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായി നിന്ന് സകല കയ്യെഴുത്തും ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പിശാചിന്റെ മേലെ ദൈവം ജയോത്സവം കൊണ്ടാടിയ ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഈസ്റ്റർ ആഘോഷിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ. റോമാ പടയാളികളുടെ കല്ലറയെ ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ആമേൻ.